ഇറാന്റെ ദീർഘദൂര ആയുധശേഖരത്തിന്റെ ഭൂരിഭാഗവും നശിപ്പിച്ചെന്ന് യുഎസും ഇസ്രയേലും അവകാശപ്പെടുമ്പോഴും ഗൾഫ് രാജ്യങ്ങൾക്കു നേരെയുള്ള വ്യോമാക്രമണങ്ങളിൽ ശമനമില്ല. ഇറാന്റെ കൂടുതൽ ഡ്രോണുകൾ കഴിഞ്ഞ ദിവസം കുവൈറ്റ്, UAE, ഇറാഖ്, ബഹ്റിൻ, ഒമാൻ എന്നിവിടങ്ങളെ ലക്ഷ്യമിട്ടു. ഇറാഖിലെ അമേരിക്കൻ താവളത്തെയും ലക്ഷ്യമിട്ടു. മാർച്ച് 12 വ്യാഴാഴ്ച ഇറാഖിലുള്ള ബ്രിട്ടന്റെ വ്യോമകേന്ദ്രത്തിന് നേരെയും ഇറാന്റെ ചാവേർ ഡ്രോൺ ആക്രമണമുണ്ടായി. ഷാഹേദ് 136 ഡ്രോണാണ് ബ്രിട്ടന്റെ വ്യോമ ബേസ് തകർത്തത്. ഒരു കൂട്ടം ചാവേർ ഡ്രോണുകൾ കൂട്ടത്തോടെ ബ്രിട്ടന്റെ വ്യോമ ബേസിലേക്ക് നീങ്ങുകയായിരുന്നു. അതിൽ 2 എണ്ണത്തിനെ ബ്രിട്ടന്റെ വ്യോമ പ്രതിരോധ സംവിധാനം വീഴ്ത്തിയെങ്കിലും മറ്റു ഡ്രോണുകൾ വ്യോമ ബേസിൽ പതിക്കുകയായിരുന്നു. മധ്യേഷ്യയിലെ ഇറാന്റെ യുദ്ധതന്ത്രത്തിന് പിന്നിൽ റഷ്യയുടെ കരങ്ങളുണ്ടെന്ന് ബ്രിട്ടീഷ് പ്രതിരോധ സെക്രട്ടറി കുറ്റപ്പെടുത്തി. റഷ്യക്കാരിൽ നിന്നാണ് ഇറാൻ ഡ്രോൺ തന്ത്രം പഠിച്ചതെന്ന് ബ്രിട്ടന്റെ ലഫ്റ്റനന്റ് ജനറൽ നിക് പെറി കുറ്റപ്പെടുത്തി. നേരത്തെ സൈപ്രസിലും ബ്രിട്ടന്റെ വ്യോമ ബേസ് തകർക്കപ്പെട്ടിരുന്നു. എന്നാൽ ഈ ആക്രമണത്തിന് പിന്നിൽ തങ്ങളല്ല എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഷാഹി ഡ്രോണുകളെ ലക്ഷ്യസ്ഥാനത്തേക്ക് നയിക്കുന്നത് റഷ്യയുടെ ഗ്ലോനോസ് എന്ന GPS സംവിധാനം കൂടിയാണ്. ഇതിനു പുറമെ ഇറാന്റെ സിവിലിയൻ ഗ്രേഡ് GPSും പ്രവർത്തിക്കുന്നുണ്ട്. ഇത് രണ്ടും ഒരേ സമയം പ്രവർത്തിക്കുന്നതിനാൽ ഷാഹി ഡ്രോണിനെ വകവരുത്തുക ബുദ്ധിമുട്ടാണ്. 2500 കിലോമീറ്റർ വരെ അകലെയുള്ള ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി ഷാഹി ഡ്രോണിന് പറന്നെത്തിച്ചേരാൻ കഴിയുന്നത് റഷ്യയുടെ ഈ GPS സംവിധാനത്തിന്റെ സഹായം കാരണമാണെന്ന ആരോപണമുണ്ട്. അതേസമയം യുദ്ധം ഉടൻ അവസാനിക്കുമെന്നും എണ്ണവിലക്കയറ്റം അധികനാൾ നിലനിൽക്കില്ലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു. യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല. അത്തരം സൂചനകൾ നിലവിൽ പ്രകടമല്ല. വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ. മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയെയും ഉന്നത രാഷ്ട്രീയ സൈനിക നേതാക്കളെയും USും ഇസ്രയേലും ചേർന്ന് വധിച്ചിരുന്നു. എന്നിട്ടും ഇറാനിലെ ഭരണകൂടത്തിന്റെ ശക്തി ക്ഷയിച്ചിട്ടില്ലെന്നും തകർച്ചയുടെ വക്കിലല്ലെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. USും ഇസ്രയേലും തുടങ്ങിവെച്ച യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ 3 നിബന്ധനകൾ മുന്നോട്ട് വെച്ചു. ഇറാന്റെ അവകാശങ്ങൾ അംഗീകരിക്കണം, നഷ്ടപരിഹാരം വേണം, ഭാവിയിൽ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകില്ലെന്ന അന്താരാഷ്ട്ര ഉറപ്പും വേണം. US തങ്ങളുടെ ഊർജ്ജ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാൽ മേഖല ഇരുട്ടിലാക്കുമെന്ന് ഇറാൻ പറഞ്ഞു. ഇറാനിൽ ടെഹ്റാൻ, ഇസ്ഫഹാൻ, അരക് തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ വ്യാപക സ്ഫോടനവും ഉണ്ടായി. മരിച്ചവരുടെ എണ്ണം 1800 കടന്നെന്നാണ് റിപ്പോർട്ട്. ഇറാഖിൽ വ്യോമാക്രമണത്തിൽ 9 ഇറാൻ അനുകൂല വിമതർ കൊല്ലപ്പെട്ടു. കുർദിസ്ഥാനിൽ ഇറ്റാലിയൻ സൈനിക ബേസിന് നേരെയും ആക്രമണമുണ്ടായി. ലെബനനിൽ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ തുടർന്ന ആക്രമണത്തിൽ മരിച്ചവർ 680 കടന്നു. ഇസ്രയേലിനെ ലക്ഷ്യമാക്കി 200-ലേറെ ഹിസ്ബുള്ള റോക്കറ്റുകളും ഉണ്ടായി. ഭൂരിഭാഗവും തകർത്തു. ഏതാനും പേർക്ക് പരിക്കുപറ്റി. ഇസ്രയേലിലെ സൈനിക ബേസുകൾക്ക് സുരക്ഷാ കേന്ദ്രങ്ങൾക്കും നേരെ ഇറാൻ ആക്രമണം കടുപ്പിക്കുകയാണ്. ബഹ്റിൻ വിമാനത്താവളത്തിന് സമീപവും മുഹറക്കിലെ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെയും ഡ്രോൺ ആക്രമണമുണ്ടായി. ഒമാനിലെ മിന അൽ ഫഹൽ എണ്ണ ടെർമിനലിലെ കപ്പലുകളെ സുരക്ഷാ നടപടികളുടെ ഭാഗമായി ഒഴിപ്പിച്ചു. സൗദി അറേബ്യയിലെ റിയാദിൽ എംബസികൾ സ്ഥിതി ചെയ്യുന്ന മേഖലയെ ലക്ഷ്യമാക്കിയ ഡ്രോണിനെ തകർത്തു. ഖത്തറിനെ ലക്ഷ്യമാക്കിയ 9 ബാലിസ്റ്റിക് മിസൈലുകൾ തകർത്തു. കുവൈറ്റ് വിമാനത്താവളത്തിന് നേരെ ഡ്രോൺ ആക്രമണമുണ്ടായി. നേരിയ നാശനഷ്ടവും ഉണ്ടായി. ഡ്രോൺ അവശിഷ്ടം പതിച്ച 6 പവർ ട്രാൻസ്മിഷൻ ലൈനുകൾക്ക് തകരാറുകൾ സംഭവിച്ചു. കൂടിച്ചേരലുകൾക്ക് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തി. ദുബായിൽ ഷെയ്ഖ് സായിദ് റോഡിലും അൽ ബാദ ഏരിയയിലും ഡ്രോൺ അവശിഷ്ടങ്ങൾ പതിച്ചു. ക്രീക്ക് ഹാർബറിൽ ഡ്രോൺ കെട്ടിടത്തിൽ ഇടിച്ചു. ഡ്രോൺ അവശിഷ്ടം പതിച്ച അബുദാബി വിമാനത്താവളത്തിലുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയവുമായി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.